Welcome back. We were discussing about incentive plan. Syllabus പ്രകാരം 3 type മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. One is Halsey, നമ്മൾ പറഞ്ഞു, Rowan, നമ്മൾ പറഞ്ഞു, and the third one is Taylor differential piece rate system. Okay, പഠിക്കാൻ പോകുന്നത് ഇതാണ്. ഇത് ഭയങ്കര ഈസിയാണ്. If നിങ്ങൾക്ക് ഒരു 2-3 എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് അറിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ചെറിയ കുറച്ച് ടിപ്സ് പോലത്തെ കാര്യങ്ങളുണ്ട്. അത് അറിയുവാണെങ്കിൽ ഇത് ഭയങ്കര എളുപ്പമാണ്. അപ്പം ഞാൻ ഈ ഒരു മെത്തേഡിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ആ കുറച്ച് ചെറിയ കാര്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ക്ലിയർ ആക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മെത്തേഡ് ഓഫ് റെമ്യൂണറേഷൻ 2 type. One is time wage system and piece rate system. Okay, what is time rate system? Time rate system എന്ന് പറഞ്ഞാൽ അവിടെ വേജ് നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തോ നമ്പർ ഓഫ് ഹവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു ഒരു മണിക്കൂറിൻ്റെ റേറ്റ് അല്ലേ, റേറ്റ് പെർ ഹവർ. ഫോർ എക്സാമ്പിൾ ഒരാൾ 10 മണിക്കൂർ ജോലി ചെയ്തു, ഒരു മണിക്കൂറിൻ്റെ പൈസ 2 രൂപയാണെങ്കിൽ ഇയാൾക്ക് 20 രൂപ കിട്ടും. പീസ് റേറ്റ് സിസ്റ്റത്തിലോ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് നോക്കും, ഇൻറ്റു റേറ്റ് പെർ പീസ്. ഒരു പീസ് ഉണ്ടാക്കി എത്രയാണോ റേറ്റ് അതിന് ഇൻറ്റു ചെയ്യും. ഫോർ എക്സാമ്പിൾ 10 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഒരു യൂണിറ്റിന് 5 രൂപയാണ് റുപ്പീസ് എങ്കിൽ he will get ₹50. ടൈം റേറ്റ് സിസ്റ്റം, പീസ് റേറ്റ് സിസ്റ്റം. ഈ റേറ്റ് പെർ അവറിനെ നമുക്ക് ടൈം റേറ്റ് എന്ന് വിളിക്കാം, ഇവിടെ നമുക്ക് ഇതിനെ പീസ് റേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇതിൻ്റെ ബേസിൽ ഒരു കാര്യമാണ് നമുക്ക് ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഇത് മായ്ച്ച് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ എഴുതാൻ പോവാണേ. Here it is given normal time rate. Time rate അതായത് ഒരു മണിക്കൂർ ജോലി ചെയ്താൽ എത്ര പൈസ കിട്ടും തന്നിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. നിങ്ങളോട് പറയുന്നത് പീസ് റേറ്റ് കാണാനാണ്. വാട്ട് ഈസ് പീസ് റേറ്റ്? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ അതിനെത്ര, അതായത് ഒരു യൂണിറ്റിൻ്റെ റേറ്റ് എത്ര, പീസ് റേറ്റ് എത്ര. വാട്ട് ഈസ് പീസ് റേറ്റ്? നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ എത്രയാണ് അതിന് കിട്ടുക, അതാണ് പീസ് റേറ്റ്. ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ജോലി ചെയ്താൽ നമുക്ക് എത്ര പൈസ കിട്ടും. പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് എത്ര റേറ്റ്, അതാണ് പീസ് റേറ്റ്. സോ ഇവിടെ ടൈം റേറ്റ് തന്നിട്ട് പീസ് റേറ്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി സിമ്പിൾ. ഇവിടെ ആദ്യം ടൈം റേറ്റ് എടുക്കുക, അതായത് റുപ്പീസ് എപ്പോഴും മുകളിൽ എടുക്കുക. റുപ്പീസ് എത്രയാണ് ടൈം റേറ്റ്? 120 divided by 1 hour എത്ര ഔട്ട്പുട്ട്? 30. ഇതിൻ്റെ ആൻസർ ഇസ് ₹4 per unit. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന പൈസയാണ് 4. പീസ് റേറ്റ് ഇസ് 4. ടൈം റേറ്റ് തന്നിട്ട് പീസ് റേറ്റ് കാണേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദിസ് ഇസ് യുവർ കേസ് നമ്പർ 1. ഇനി ഒരെണ്ണം കൂടി പറയാനുണ്ട്. ഇതിൽ normal time rate ₹120 per hour given, standard output per hour 30 units. Simple. ഇത് നമ്മൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ട വരും, അതൊക്കെ പിന്നെ നോക്കാം. ദിസ് ഇസ് യുവർ കേസ് നമ്പർ 1. ഇത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങളുടെ കേസ് നമ്പർ 2. കേസ് നമ്പർ 2 ഫസ്റ്റ് മാറ്റില്ല. സെക്കൻഡ്, സ്റ്റാൻഡേർഡ് ടൈം പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡേർഡ് ടൈം ഇവിടെ തന്നത്. ഇവിടെ നമുക്കറിയാം, നമുക്ക് പീസ് റേറ്റ് കാണുമെങ്കിൽ ടൈം റേറ്റ് ഡിവൈഡഡ് ബൈ ഒരു അവറിൽ എത്രയാണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ബട്ട് ഇവിടെ എന്ത് തന്നില്ല? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് തന്നില്ല. ഓക്കെ, ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഡാറ്റ ഇതിൽ മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാന്നറിയോ നോക്കോളെ. ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പീസ് റേറ്റ് ആണ്. പീസ് റേറ്റിന് ആദ്യം നമുക്ക് എന്തറിയണം? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ അവർ. ഇവിടെ അവറാ തന്നത്, പെർ അവർ അറിയണം. സിമ്പിൾ, ഒന്നും നോക്കണ്ട. 2 minutes, right? It's 2 minutes. Okay.
1 hour അല്ലേ, ഇവിടെ മിനിറ്റിലല്ലേ തന്നത്, അപ്പം എത്രയാണോ 60 മിനിറ്റ് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കടോ, ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 2 മിനിറ്റ്, ഓക്കെ, പിന്നെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 2 മിനിറ്റ്, അങ്ങനെ 60 മിനിറ്റിൽ എത്ര സാധനം പ്രൊഡ്യൂസ് ചെയ്ത് നോക്കിയാൽ പോരെ. സോ ദാറ്റ് ഈസ് 60 മിനിറ്റ് ഡിവൈഡഡ് ബൈ 2 is equal to 30 യൂണിറ്റ്സ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ നേരത്തെ കിട്ടിയ സാധനം കിട്ടിയല്ലോ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ അവർ 330 യൂണിറ്റ്സ്. ഇനിയോ നേരത്തെ ചെയ്ത പോലെ പീസ് റേറ്റ് ഈസ് ഈക്വൽ ടു 120 divided by 30, that is rupees. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് കേസ് ഈ ഒരു 30 യൂണിറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ടായി. രണ്ടാമത്തെ കേസ് ദിസ് വാസ് മിസ്സിങ്. എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെ കണ്ടുപിടിക്കും. 2 മിനിറ്റ് തന്ന, സോ ഇവിടെ മിനിറ്റ്, ഈ അവർ എന്ന് പറഞ്ഞാൽ 1 hour is equal to 60 മിനിറ്റ് അല്ലേ. 1 hour എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ. ഈ താഴെ ഡിനോമിനേറ്റർ മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററും മിനിറ്റ്സിലാക്കണം. ഇത് ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾക്ക് തറോ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ടെണ്ണം, കാരണം ഇതായിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ദിസ് ഇസ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ പീസ് റേറ്റ് നമുക്ക് അറിയണം. ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഈ പീസ് റേറ്റ് അറിയണം. അധികവും അത് ഡയറക്റ്റ് ആയിട്ട് തരൂല, ഈ ഒരു വേ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഫസ്റ്റ് കേസ് പറഞ്ഞില്ല അങ്ങനെയാണ് തരിക. അപ്പം അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പീസ് റേറ്റ് കണ്ടുപിടിക്കണം. ഈ രണ്ട് കണക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക, വീണ്ടും വീണ്ടും ചെയ്യുക. ബാക്കി നമ്മളെ പ്രോബ്ലത്തിൽ ഇനി ഇതിൻ്റെ ബാക്കി ഉണ്ടാവും. ഓക്കെ, നൗ ടൈലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഓക്കെ, ടൈലർ ആരാന്ന് നമുക്കെല്ലാം അറിയാം അല്ലേ. ടൈലർ ഇസ് എ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, FW ടൈലർ. ഈ ടൈലർ എന്താ പറഞ്ഞതെന്നറിയോ? ടൈലർ ഇതൊരു ഒരു പണിഷ്മെന്റ് പോലെ ഒരു പീനലൈസേഷൻ ഒക്കെ പോലെ കൊണ്ടുവന്നതാണ് ടൈലർ ഡിഫറൻഷ്യൽ പീസ് സിസ്റ്റം. അക്കോർഡിംഗ് ടു ഹിം, ജോലി ചെയ്യാത്ത ആൾക്കാർ, അതായത് ഇൻഎഫിഷ്യൻ്റ് ആയ വർക്കറിന് അയാൾ എന്താ പ്രിഫർ ചെയ്യുന്നതെന്നറിയോ? ലോ ഏർണിംഗ് അല്ലെ ലോ സാലറി. ഓക്കെ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കർ എന്ത് കിട്ടണം? ഹൈ സാലറി കിട്ടണം. ഇതാണ് ഇതിൻ്റെ ബേസ്. ഓക്കെ, ടൈലർ ടോൾഡ് ദാറ്റ് ഇൻഎഫിഷ്യൻ്റ്, അതായത് സ്ലോ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി, അങ്ങനെയെങ്കിൽ അവരെന്ത് ചെയ്യിക്കോളൂ, പൈസ കിട്ടാത്തതുകൊണ്ട് വേഗം തന്നെ നമ്മളെ കമ്പനിയിൽ നിന്ന് ഒഴിവായി നമ്മൾ രക്ഷപ്പെടും. സോ എഫിഷ്യൻറ്റ് വർക്കർ പെയ്ഡ് ഹൈ, നല്ല ഹൈ റേറ്റിൽ കൊടുക്കുക. ഇൻഎഫിഷ്യൻറ്റ് വർക്കറിന് ലോ റേറ്റിൽ സാലറി കൊടുക്കണം എന്നാണ് ഇതിൻ്റെ ബേസ്. ഓക്കെ 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 ഇനി എന്താണ് ഈ ഹൈ റേറ്റ് ലോ റേറ്റ് ഒക്കെ പറഞ്ഞില്ലേ? ഓക്കെ, അതിനു മുന്നേ ഇതിൻ്റെ പേരെന്താണോ? ടൈലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന് ഇതിന് പറയുന്നത്, he introduced two piece rate, രണ്ട് പീസ് റേറ്റ് പറയുന്നുണ്ട്. ഒന്ന് ഹൈ പീസ് റേറ്റ് ആൻഡ് 2 ലോ പീസ് റേറ്റ്. ഈ ഹൈ പീസ് റേറ്റ് ആർക്കാണോ കൊടുക്കുക? എഫിഷ്യൻറ്റ് വർക്കറിന്. ലോ പീസ് റേറ്റ് ആർക്കാണോ കൊടുക്കുക? ഇൻഎഫിഷ്യൻറ്റ് വർക്കറിന്. ക്ലിയർ? സംഭവം ക്ലിയർ ആണല്ലോ. ഇനി അറിയേണ്ടത് എഫിഷ്യൻ്റ് എന്ന് ആരെ വിളിക്കണം, ഇൻഎഫിഷ്യൻ്റ് എന്ന് ആരെ വിളിക്കണം. ക്ലിയർ? അപ്പോൾ എഫിഷ്യൻറ്റിന് ഹൈ റേറ്റ് കിട്ടും, ഇൻഎഫിഷ്യൻറ്റിന് ലോ റേറ്റ് കിട്ടും. സോ ഹു ഇസ് എഫിഷ്യൻറ്റ് വർക്കർ? നോക്കിക്കോളെ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോടോ, നമ്മൾ നേരത്തെയും പഠിച്ചതാണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ വർക്കർ ഒരു ദിവസം ജോലി ചെയ്താൽ ഇത്ര പ്രൊഡ്യൂസ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 30 യൂണിറ്റ്സ് ആണെന്ന് വെച്ചോ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 30 യൂണിറ്റ്സ്. മിസ്റ്റർ എ എന്ന് പറയുന്ന വർക്കർ ആക്ച്വലി പ്രൊഡ്യൂസ് ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട് 40. ഓക്കെ, ആൻഡ് മിസ്റ്റർ ബി 30 കേട്ടോ. ആൻഡ് മിസ്റ്റർ ബി അയാൾ ആക്ച്വൽ ഔട്ട്പുട്ട് 40. And Mr. C actual output 20.
ഇതിൽ ആരാടോ എഫിഷ്യൻ്റ്, ആരാ ഇൻഎഫിഷ്യൻറ്റ്? ഇൻഎഫിഷ്യൻ്റ് ആരാന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇൻഎഫിഷ്യൻറ്റ് ഇസ് സി. വൈ? സ്റ്റാൻഡേർഡ് 30 പ്രൊഡ്യൂസ് ചെയ്യണം, ഹി പ്രൊഡ്യൂസ്ഡ് ഓൺലി 20. സോ ഇൻഎഫിഷ്യൻറ്റ് സി ആണ്. സിക്ക് ലോ പീസ് റേറ്റേ കിട്ടാൻ പാടും. ഇനി ഇതിൽ ഇയാൾ എഫിഷ്യൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബിക്കോസ് 30 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടടുത്ത് ഈസ് പ്രൊഡ്യൂസിങ് 40 യൂണിറ്റ്. സോ ഇയാൾക്ക് എന്ത് കിട്ടണം? ഹൈ പീസ് റേറ്റ് കിട്ടണം. പക്ഷെ അപ്പോൾ മിസ്റ്റർ എയോ 30 യൂണിറ്റ്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അയാൾ 30 യൂണിറ്റ്സ് തന്നെ ഉണ്ടാക്കി. ഈസ് ഹി എഫിഷ്യൻ്റ് ഓർ ഇൻഎഫിഷ്യൻറ്റ്? ഒന്നും നോക്കണ്ട, ഇയാളും എഫിഷ്യൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഈക്വൽ ടു ഓർ ആക്ച്വൽ ഔട്ട്പുട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. ആക്ച്വൽ ഔട്ട്പുട്ട് 30 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാൽ അതിനെ നമുക്ക് എന്ത് പറയാം? എഫിഷ്യൻറ്റ് വർക്കർ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താം. സോ 30 ആണെങ്കിൽ 30 വന്നാലും അയാൾ ആരാണ്? എഫിഷ്യൻ്റ് ആണ്. ഹി ഓൾസോ വിൽ ഗെറ്റ് ഹൈ പീസ് റേറ്റ്. അപ്പോൾ എഫിഷ്യൻ്റ് ആരാ ഇൻഎഫിഷ്യൻ്റ് ആരാന്നുള്ള കാര്യത്തിലും നമുക്ക് എന്തില്ല? ഒരു സംശയമില്ല. ഓക്കെ, ഹൂ ഈസ് എഫിഷ്യൻറ്റ്? എ വർക്കർ പ്രൊഡ്യൂസിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. അയാളുടെ ആക്ച്വൽ ഔട്ട്പുട്ട് greater than or equal to standard ആണെങ്കിൽ he is called as an efficient worker. If the actual output less than standard output, ആടെ equal to എന്നൊന്നും എഴുതരുത്, less than standard output 30യേക്കാൾ കുറവാണ്, ഈ എക്സാമ്പിളിൽ 30യേക്കാൾ കുറവാണെങ്കിൽ he is called as inefficient. So ഇതിന് ഹൈ പീസ് റേറ്റ് കിട്ടും, ഇയാൾക്ക് ലോ പീസ് റേറ്റ് കിട്ടും. ക്ലിയർ? ഇനി ഞാൻ ഇതിൻ്റെ ഒരു കാര്യം കൂടി പറയാം. ഇനി വാട്ട് ഈസ് ഹൈ? അപ്പോൾ എഫിഷ്യൻ്റ് പഠിച്ചു, ഇൻഎഫിഷ്യൻ്റ് പഠിച്ചു. ഇനി ഹൈ പീസ് റേറ്റ് എന്താ, ലോ പീസ് റേറ്റ് എന്താ, അതും കൂടി പഠിച്ചാൽ പ്രശ്നം തീർന്നല്ലോ. ഓക്കെ, ഹൈ പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പീസ് റേറ്റ് ഇസ് ഈക്വൽ ടു ₹5. ഓക്കെ, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ഒരു വർക്കറിന് 5 rupees കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയ എക്ക് എത്ര കിട്ടേണ്ട? 30 എക്ക് 30 × 5 കിട്ടണം, ബിക്ക് 40 × 5 ആൻഡ് സിക്ക് 20 × 5. നമ്മൾ നോർമൽ പീസ് റേറ്റിൽ കാണുവാണെങ്കിൽ ഇതിൻ്റെ ആൻസർ 30 × 5, ബിക്ക് 40 × 5, സി പ്രൊഡ്യൂസ് ചെയ്യുന്ന 20, അപ്പോൾ 20 × 5 ആണ്. ബട്ട് ഇവിടെ നമ്മൾ ടൈലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് അപ്പോൾ രണ്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. വൺ ഇസ് ഹൈ റേറ്റ് ആൻഡ് വൺ ഇസ് ലോ റേറ്റ്. ഹൈ റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഹൈ പീസ് റേറ്റ് ആണ്. ഹൈ പീസ് റേറ്റ് ഈസ് ഈക്വൽ ടു, വെരി സിമ്പിൾ, പീസ് റേറ്റിൻ്റെ 120%. പീസ് റേറ്റ് എത്രയാ? 5. അപ്പോൾ 5ൻ്റെ 120% ആറല്ലോ 6 rupees 6. അപ്പോൾ ഹൈ പീസ് റേറ്റ് എത്രയാ? പീസ് റേറ്റിൻ്റെ 120%. ലോ പീസ് റേറ്റോ? പീസ് റേറ്റിൻ്റെ 80%. അപ്പോൾ എത്രയാ? 5 × 80%, ദാറ്റ് ഈസ് ₹4. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഹൈ പീസ് റേറ്റ് കണ്ടുപിടിച്ചു, ലോ പീസ് റേറ്റ്. ഹൈ പീസ് റേറ്റിൻ്റെ 120 ആൻഡ് ലോ പീസ് റേറ്റിൻ്റെ 80%. ഓക്കെ, ഇത് നിങ്ങളെ ക്വസ്റ്റ്യനിൽ തരും. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് തന്നെ അസ്യൂം ചെയ്യുക. ഹൈ പീസ് റേറ്റ് 120, ലോ പീസ് റേറ്റ് 80%, 120, 80, 120. സ്വതവേ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ എക്സാമിന് ഇത് അവിടെ ഗിവൺ ആയിരിക്കും. ഗിവൺ അല്ലെങ്കിൽ ലോ പീസ് റേറ്റിൻ്റെ പെർസെൻറ്റേജ് 80. ഓക്കെ, വേറെ കുറേ ടെക്സ്റ്റ് ബുക്കിൽ വേറെ പല സംഭവങ്ങളും കാണാം. ബട്ട് നിങ്ങൾക്കിത് തരും. ചിലവർ 83, 17, ഇവിടെ 83, അന്നേരം ഇവിടെ 125 അല്ലെ 175 ഒക്കെ കാണാം. ബട്ട് നിങ്ങളിത് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ എഫിഷ്യൻറ്റ് വർക്കർ ആരാന്ന് അറിഞ്ഞു, ഈ രണ്ട് കണ്ടീഷൻ. ഇൻഎഫിഷ്യൻ്റ് അറിയാം, ഹൈ പീസ് റേറ്റ് കണ്ടുപിടിക്കാൻ അറിയാം, ലോ പീസ് റേറ്റ് കണ്ടുപിടിക്കാൻ അറിയാം. ഇനി ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ എയുടെ ഏർണിങ്സ് ആണ്. മിസ്റ്റർ എ എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 30 ഇൻറ്റു ഹൈ റേറ്റ് ആണോ ലോ റേറ്റ് ആണോ മിസ്റ്റർ എക്ക് കിട്ടേണ്ടത്? ഹൈ റേറ്റ്, ബിക്കോസ് 30. അപ്പോൾ ഇൻറ്റു ഹൈ റേറ്റ് എത്ര? ഇൻറ്റു 6.
180 rupees. Mr. B, he produced 40. Efficient worker അല്ലേ? ഇയാൾ efficient വർക്കറിന് ഹൈ പീസ് റേറ്റ് എത്ര? 6, that is 240. And Mr. C എത്ര പ്രൊഡ്യൂസ് ചെയ്ത്? 20. എഫിഷ്യൻ്റ് ആണോ? ഇൻഎഫിഷ്യൻറ്റിന് ലോ പീസ് റേറ്റ് എത്ര? 4. അപ്പോൾ 20 into 4 rupees 8. See, ഇതാണ് Taylor differential piece rate system. Two piece rate will be there, high piece rate and low piece rate. High piece rate for efficient worker, low piece rate for inefficient worker. Efficient worker means actual output greater than or equal to standard output, and inefficient actual output less than standard output. Efficient worker high piece rate, inefficient low piece rate. High piece rate എങ്ങനെ കണ്ടുപിടിക്കും? Piece rate into 120%. Low piece rate into 80%. Piece rate ക്വസ്റ്റ്യനിൽ തരൂന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അധികം ഈ സാധനം മിസ്സിങ് ആയിരിക്കും. ഞാൻ നേരത്തെ തന്ന 2 കേസിലായിരിക്കും അത് കൊടുക്കുക. നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്യാം. അതിനുശേഷം ഞാൻ പറഞ്ഞ കേസൊക്കെയുള്ള എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ പീസ് റേറ്റ് ഡയറക്റ്റ് ഇല്ലാത്തൊരു കണക്ട് ചെയ്യാം. എടുത്തോ. 1 pen പീസ് റേറ്റ് ആണ്. ഒരു പെണ്ണ് പ്രൊഡ്യൂസ് ചെയ്ത ₹5 and standard output is given standard output 30 varela ₹30. Then 30 rupees alla 30 pen. Okay, then ഇവിടെ കൊടുത്തിട്ടുണ്ട് effective rate 120% of piece rate. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ആൻഡ് ബിലോ സ്റ്റാൻഡേർഡ് റേറ്റ്, അതായത് ഇൻഎഫിഷ്യൻറ്റ് റേറ്റ്, ബിലോ സ്റ്റാൻഡേർഡ് റേറ്റ് 80% ഓഫ് പീസ് റേറ്റ്. ഇതാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ. കൂടാണ്ട് തന്നിട്ടുണ്ട് ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് എ ബി സി. എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ആക്ച്വൽ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. എ 28, ബിൻ്റെ 30 ആൻഡ് സിൻ്റെത് 40. ഓക്കെ, ഞാനൊരു നല്ലൊരു വേ കാണിച്ചു തരുവാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. സോ യു ഹാവ് ടു ഡ്രോ ലൈക്ക് ദിസ്. യു ഹാവ് ടു പുട്ട് എ ബി സി. ഓക്കെ, അതിനേക്കാളും മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? വർക്കിങ്സിൽ കാൽക്കുലേഷൻ ഓഫ് ഹൈ പീസ് റേറ്റ് എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എത്ര? 5 രൂപയാണ്. പീസ് റേറ്റ് ഇസ് ഗിവൺ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. അതിൻ്റെ 120%, ദാറ്റ് ഈസ് ₹6. ആൻഡ് ലോ പീസ് റേറ്റ് ഇസ് 5 × 80%, ദാറ്റ് ഈസ് ₹4. എന്നിട്ട് ഇവിടെ നമ്മൾ എ എന്ന് എഴുതുന്നു, ബി എന്ന് എഴുതുന്നു, സി എന്ന് എഴുതുന്നു. സ്റ്റാൻഡേർഡായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 30. ഇയാൾക്കും 30, ഇയാൾക്കും 30. ഇല്ല, സ്റ്റാൻഡേർഡ് 30. आणि ആക്ച്വലി ഇവർ പ്രൊഡ്യൂസ് ചെയ്തതോ? ആക്ച്വൽ ഔട്ട്പുട്ട് 28, 30, 40. രണ്ടും എഴുതാൻ പ്രയാസമൊന്നുമില്ലല്ലോ. ഇനിയോ കമ്പയർ ചെയ്യാം. നമ്മൾ ഇത് കമ്പയർ ചെയ്തോ. കമ്പയർ ബിലോ ആണല്ലേ, കുറവല്ലേ? ഇതോ അറ്റ് പാർ, സെയിം അല്ലേ? 30, 30. അപ്പോൾ ഇതിനെ നമുക്ക് അറ്റ് പാർ എന്ന് വിളിക്കാം. ഇതോ അപ്പോൾ आणि ഇവർക്ക് എന്ത് റേറ്റാ? ലോ പീസ് റേറ്റ്, ഹൈ പീസ് റേറ്റ്, ഹൈ പീസ് റേറ്റ്. എത്ര? അപ്പം പീസ് റേറ്റ് എത്രയാണോ? 4, 6, 6. ഓക്കെ, നൗ വെയിറ്റ്. ഇയാൾക്ക് 28 × 4, ഇയാൾക്ക് 30 × 6, ഇയാൾക്ക് 40 × 6. ഇതെല്ലാം ചെയ്യുക. എവിടെ എഴുതുക? 112, 2, 3, 8, 2. ഓക്കെ, 112. അടുത്തയോ 150.
ഇതാണ്. ക്ലിയർ ആണല്ലോ? സെയിം ആണ്. നേരത്തെ ഞാൻ ഇത്രയും കൂടി അതിൻ്റെ ഒരു ഓർഡറിൽ എഴുതിയെന്ന് മാത്രം. ഈ ഒരു കണക്ക് നിങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ ഞാൻ പഠിപ്പിച്ചെന്ന ആ കേസസ് വരുന്നില്ലേ, ആ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ബോർഡിലുണ്ട് ആ ക്വസ്റ്റ്യൻ. പോസ് പ്രസ് ചെയ്യുക, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഞാനവിടെ തന്നിരിക്കുന്നതൊക്കെ ഇവിടെ എഴുതാൻ പോകുന്നു. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 10 units per hour. നോർമൽ ടൈം റേറ്റ്. ഇപ്പോൾ തന്നെ സ്ട്രൈക്ക് ആവണം. ഇവിടെ നമുക്ക് ടൈം റേറ്റ് തന്നത്, ബട്ട് നമുക്ക് വേണ്ടത് പീസ് റേറ്റ് ആണ്. 5 per hour. ആൻഡ് ഇവിടെയും തന്നിട്ടുണ്ട് ഡിഫറൻഷ്യൽ 120% ഹൈയും 80% ലോ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഐശ്വര്യൻ്റെയും റാണീൻ്റെയും കേസാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് 10 ഹവറുള്ള ഡേ, 10 hour ഡേ. ഐശ്വര്യ പ്രൊഡ്യൂസ്ഡ് 80 units and Rani produced 110 units. Calculate the wage of 2 workers under Taylor differential piece rate system. Taylor differential piece rate systemത്തിൽ രണ്ടാളെയും വേജസ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഒന്നാമതായിട്ട് നമുക്ക് എന്ത് തന്നിട്ടില്ലടോ? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് തന്നിട്ടില്ല. ഓക്കെ, ഇനിയോ? ഇനി നമുക്ക് തരാനത് പീസ് റേറ്റ് അല്ല. പീസ് റേറ്റ് തന്നിട്ടില്ല. ഇത് രണ്ടും നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, ബട്ട് ഇവിടെ സംഭവം കുറച്ചും കൂടി എളുപ്പമാണ്. ഇവിടെ എന്താ പറയുന്നത്? ഐശ്വര്യ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തത്? ഐശ്വര്യ സ്റ്റാൻഡേർഡ് നോർമലി 10 hour ആണ് വർക്ക് ചെയ്തത് അല്ലേ? 10 hour ഡേ, 10 മണിക്കൂർ. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 1 മണിക്കൂറിൽ 10. അപ്പോൾ 10 മണിക്കൂറിൽ എത്രയായിരിക്കണോ? സിമ്പിൾ അല്ലേ? 1 മണിക്കൂറിൽ 10. അപ്പോൾ 10 മണിക്കൂറിൽ എത്രയാ? 100 അല്ല? 10 × 10 100 ഇല്ല? അതെല്ലാം സിമ്പിളാണ്. ലോജിക് കാൽക്കുലേഷൻ ഒന്നും നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 10 units per hour 10 മണിക്കൂറേക്ക്. ഓക്കെ, ചില ആൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ? ചില ആൾക്ക് അങ്ങനെയാണ്, ലോജിക്കൽ തിങ്കിങ് ഭയങ്കര കുറവുള്ള കുറേ ആൾക്കാരുണ്ടോ അല്ലേ? സോ അവർ മനസ്സിലാക്കുക. ഇനി പീസ് റേറ്റ് കണ്ടുപിടിക്കണം. പീസ് റേറ്റ് എങ്ങനെയാണോ കാണാം? പീസ് റേറ്റ് എങ്ങനെയാണ് കാണാം? നമുക്കറിയാലോ. ആദ്യം നമ്മൾ 1 മണിക്കൂർ എന്നുള്ളത് ഇതെടുക്കുക, നോർമൽ ടൈം റേറ്റ് എടുക്കുക, അതിന് മേലെ ഇടുക, ഡിവൈഡഡ് ബൈ 1 മണിക്കൂറിൽ എത്ര യൂണിറ്റ്സ്. 1 മണിക്കൂറിൽ എത്ര യൂണിറ്റ്സ്? കേസ് നമ്പർ 1. 1 മണിക്കൂറിൽ, കേസ് നമ്പർ 1 റൈറ്റ്. 1 മണിക്കൂറിൽ എത്ര യൂണിറ്റ്സ്? ഓക്കെ, അപ്പോൾ ഇത് പീസ് റേറ്റ് ഈസ് ഈക്വൽ ടു 50 പൈസ. ക്ലിയർ ആണല്ലോ? ഇത് മനസ്സിലാണല്ലോ? ഒന്നാമത്തെ വീഡിയോ ഒന്നും കൂടെ പോയി കണ്ടാൽ മതി അല്ല? ഇതിൻ്റെ മുന്നത്തെ പാർട്ട് ഒന്നും കൂടെ പോയി കണ്ടാൽ മതി. ഓക്കെ, 50 പൈസ. അപ്പോൾ നമുക്കിത് രണ്ടും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഹൈ പീസ് റേറ്റ്, ലോ പീസ് റേറ്റ്. ഹൈ പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ പീസ് റേറ്റിൻ്റെ 120%, ലോ പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ പീസ് റേറ്റിൻ്റെ 80%. 0.50 120 0.60 അല്ല? യെസ്, 0.60 0.40 ഇതും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ പോലെ ടേബിൾ വരച്ചാൽ അതിൽ എനിക്ക് തീർന്നു കേട്ടോ. വരയാം. എന്ന് എഴുതുക, ബി എന്ന് എഴുതുക. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 100 100. ആക്ച്വൽ ഔട്ട്പുട്ട് 110. സോറി, പേരുണ്ടല്ലേ? ഐശ്വര്യ റാണി. ഐശ്വര്യക്ക് 80, റാണിക്ക് 110. ഓക്കെ, ഇനി എന്താ അടുത്ത കോളം? എന്താ എഴുതാൻ പോകുന്നത്? കമ്പയർ ചെയ്യുക അല്ലേ? കമ്പയർ. ബിലോ ആണ്, അബോവ് ആണ്. ഏത് പീസ് റേറ്റ്? ലോ പീസ് റേറ്റ്. ഇങ്ങനെ ഫുൾ എഴുതണേ നിങ്ങൾ. ലോ പീസ് റേറ്റ്, ഹൈ പീസ് റേറ്റ്. ഓക്കെ, ഇനി റേറ്റ് എത്രയാണോ? പീസ് റേറ്റ് ലോ എത്രയാ? 0.40, ഹൈ 0.60. നെക്സ്റ്റ് വേജ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഔട്ട്പുട്ട് 80 × 0.40, 110 × 0.60. 80 × 0.40 rupees 32 and 110 × 0.60 66 അല്ല 0.66.
ഇതാണ് ആൻസർ. ക്ലിയർ? ഇവിടെ എന്ത് മിസ്സിങ് ആണോ? ഇത് രണ്ട് മിസ്സിങ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് മിസ്സിങ് എന്നുള്ളത് നോക്കണ്ട, ബിക്കോസ് ഇവിടെ ഒരവറിൽ ഇത്രയാ 10 മണിക്കൂറാണെന്ന് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. പീസ് റേറ്റ് കണ്ടുപിടിച്ചു, എഴുതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണ്. ഇനി ഒരു പ്രോബ്ലവും കൂടിയുണ്ട്, അത് ഞാൻ വാട്സപ്പിൽ അയച്ചു തരും. ആൻഡ് നിങ്ങളത് ഒറ്റയ്ക്ക് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.